ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള T20 പരമ്പരയിലെ അവസാന മത്സരത്തിന് കേരളത്തിൽ കളമൊരുങ്ങുകയാണ് കേട്ടോ. അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച രാത്രി 7 മണിക്ക് തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് കേട്ടോ നടക്കാനായിട്ട് പോകുന്നത്. 3-1 ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയെങ്കിലും അവസാന മത്സരം ജയത്തോടുകൂടി അവസാനിപ്പിക്കാനാണ് കേട്ടോ ഇരു ടീമുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 മത്സരങ്ങളിലും ഇന്ത്യ വ്യത്യസ്ത ടീമുകളുമായിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അവസാന മത്സരത്തിലും അതേപോലെ തന്നെയാണ് കുറച്ച് ചേഞ്ചുകളോടുകൂടിയിട്ട് തന്നെയാണ് ഇറങ്ങാനായിട്ട് പോകുന്നത്. അഞ്ചാമത്തെ മത്സരത്തിൽ പ്ലേയിങ് 11 എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ന്യൂസിലാൻഡുമായിട്ടുള്ള ഈ പരമ്പരയിൽ ആദ്യം 4 T20യിലും തിളങ്ങാനായില്ലെങ്കിലും മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണ് അവസാനം ഒരു അവസരം കൂടി ഇന്ത്യ നൽകും. സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ തൻ്റെ കരിയർ തിരിച്ചു പിടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അവസാന അവസരം കൂടിയാവട്ടെ ഇത്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെഞ്ചുറിയോ അല്ലെങ്കിൽ ഒരു 80+ സ്കോർ നേടാനായെങ്കിൽ മാത്രമാണ് കേട്ടോ ലോകകപ്പ് ടീമിൽ പ്ലേയിങ് 11 സ്ഥാനം കൺഫേം ആക്കാനായിട്ട് പറ്റുള്ളൂ. അല്ല എങ്കിൽ ബെഞ്ചിലിരുന്നിട്ട് ഇന്ത്യൻ മത്സരങ്ങൾ കാണാനായിരിക്കും കേട്ടോ സഞ്ജു സാംസന്റെ വിധി. സഞ്ജു അഭിഷേകം കൂടിയായിരിക്കും കേട്ടോ ഇന്ത്യക്ക് വേണ്ടിയിട്ട് 5ാമത്തെ മത്സരത്തിൽ ഓപ്പണിംഗ് കളിക്കാനായിട്ട് പോകുന്നത്. 3ാം നമ്പറിൽ തൊട്ട് മുന്നത്തെ 3ാമത്തെ മത്സരത്തിൽ കളിച്ചതുപോലെ തന്നെ ഇഷാൻ കിഷൻ തിരിച്ചെത്തും. പരിക്ക് കാരണം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം എന്തായാലും അദ്ദേഹം തിരിച്ചെത്തും. പരിക്ക് കാരണം ഇഷാൻ കിഷാനെ മാറ്റി നിർത്തിയെങ്കിലും ആ പരിക്കൊന്നും കാര്യമില്ലാതല്ല അദ്ദേഹത്തിന് ഒതുക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷാൻ കിഷാൻ്റെ ഒരുപാട് ഫാൻസുകൾ ട്രോളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം 4ാമതായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയായ സൂര്യകുമാർ യാദവ് ആയിരിക്കും കേട്ടോ. ഇന്ത്യയുടെ 5ാം സ്ഥാനത്തിലേക്കായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് കഴിഞ്ഞ മത്സരത്തിലെ സ്റ്റാറും ഓൾറൗണ്ടറുമായിട്ടുള്ള ശിവൻ ദുബെ ആയിരിക്കും കേട്ടോ. പക്ഷേ 6ാമനായിട്ട് സ്ഥിരം ഇറങ്ങുന്ന ഹർദിക് പാണ്ഡ്യയ്ക്ക് റെസ്റ്റ് കൊടുക്കാനാണ് സാധ്യത കൂടുതൽ. മിക്കവാറും അദ്ദേഹത്തിന് റെസ്റ്റ് നൽകിയിരിക്കണ്ട. പിന്നെ ആ ഒരു 6ാം സ്ഥാനത്തായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം പരിക്ക് കാരണം മാറി നിന്ന ഇടങ്കൈൻ സ്പിന്നറായിട്ടുള്ള അതേപോലെ തന്നെ വൈസ് ക്യാപ്റ്റനും കൂടിയായിട്ടുള്ള അക്ഷർ പട്ടേലായിരിക്കും ഇറങ്ങാനായിട്ട് പോകുന്നത്. ആദ്യം T20യിലായിരുന്നു കേട്ടോ അക്ഷർ പട്ടേലിന് പരിക്ക് പറ്റിയത്. അതിനുശേഷം അവസാനം കളിച്ച 3 മത്സരത്തിലും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല. എന്നാൽ പരിക്കിൽ നിന്നും മോചിതനായിട്ട് അവസാന മത്സരത്തിലൂടെ തിരിച്ചുവരവിന് ഒരുങ്ങാണ് കേട്ടോ അക്ഷർ പട്ടേൽ. എന്നാൽ 7ാം സ്ഥാനത്തായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് ഫിനിഷറായിട്ടുള്ള റിങ്കു സിംഗ് ആയിരിക്കും കേട്ടോ. ഇനി ബോളിംഗ് നിരയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യക്കായിട്ട് 8ാം നമ്പറിൽ കളിക്കാനായിട്ട് പോകുന്നത് ഹർഷിത് റാണ ആയിരിക്കും കേട്ടോ. ഹർഷിദിനെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ബാറ്റിംഗ് സ്ട്രെങ്ത് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുമാത്രമല്ല കഴിഞ്ഞ മത്സരത്തിൽ ഫ്ലോപ്പ് ആണെങ്കിൽ തന്നെ 5ാമത്തെ അംഗത്തിൽ ഇതിൻ്റെ കുറച്ച് ക്ഷീണം തീർക്കാനായിരിക്കും ഹർഷിദിൻ്റെ ശ്രമം. സ്പിൻ ബോളിങ്ങിലേക്ക് ചുക്കാൻ പിടിക്കാനായിട്ട് വരുൺ ചക്രവർത്തി എന്തായാലും തിരിച്ചെത്തുന്നുണ്ടാവും. കഴിഞ്ഞ 2 കളിയിലും അദ്ദേഹത്തിന് ബ്രേക്ക് നൽകിയിരുന്നു കേട്ടോ. വരുൺ മടങ്ങിയെത്തിയാൽ മറ്റൊരു സ്പിന്നർ കൂടിയായ കുൽദീപ് യാദവിന് എന്തായാലും റെസ്റ്റ് കൊടുക്കുന്നുണ്ടാവും. വരുണിൻ്റെ കൂടെ തന്നെ സ്പിന്നിങ്ങിന് കൂട്ടി നിൽക്കാനായിട്ട് പോകുന്നത് രവി ബിഷ്ണോയി ആയിരിക്കും കേട്ടോ. അതേപോലെ തന്നെ പേസറായിട്ടുള്ള ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം നൽകിയിട്ട് ഹർഷ്ദീപ് സിംഗ് ആയിരിക്കും കേട്ടോ ഇന്ത്യക്ക് ബോളിങ്ങിന് ചുക്കാൻ പിടിക്കാനായിട്ട് പോകുന്നത്.